നമസ്കാരം. ഹിന്ദുക്കളെയും ഹൈന്ദവ ധർമ്മങ്ങളെയും അവഹേളിക്കുക അതൊരു സ്ഥിരം പരിപാടിയായിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ മുസ്ലിങ്ങൾ അതിന് മുൻപന്തിയിൽ നിൽക്കുന്നു, പിന്നെ കോൺഗ്രസ്സുകാർ. പറയുന്ന കാര്യങ്ങളിൽ ശരികളുണ്ടോ എന്നൊന്നും അവർ ചികഞ്ഞു നോക്കാറില്ല. ദിവസവും കാലത്ത് എഴുന്നേറ്റ് നമ്മൾ പറയില്ലേ, പല്ല് തേക്കുക, നാക്ക് വടിക്കുക എന്നുള്ള ദിനംദിനമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ ഒന്നാണ് ഹിന്ദുവിനെ അവഹേളിക്കുക ഏതെങ്കിലും രൂപത്തിൽ. ഭാരതം എന്താണെന്നും ഹിന്ദുസ്ഥാനം എന്താണെന്നും അതിൻ്റെ സംസ്കാരം എന്താണെന്നും അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എങ്ങനെ വേണേ അവഹേളിക്കാം. ചത്തുകിടക്കുന്ന ശവമാണല്ലോ ഇപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾ. തിരിച്ച് പ്രതികരിക്കില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഷമ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീയാണ്. അവർ ഇറ്റലിക്കാരിയാണ്. ആത്യന്തികമായിട്ട് അവിടെയാണ് ജനിച്ചു വളർന്നോ മറ്റും പറയുന്നുണ്ട്. ഷമ മുഹമ്മദ് അവർ ഒരു കോൺവൊക്കേഷൻ ചടങ്ങിൽ, വെൽഡറി ഫംഗ്ഷനിൽ അവിടുന്ന് പഠിച്ചിറങ്ങി പോകുന്ന കുട്ടികളോട് ഒരു ഉപദേശം കൊടുത്തു. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, സ്വാധ്യായം പ്രവചനം പഠിക്കുകയും പഠിപ്പിക്കുകയിൽ നിന്ന് തെന്നി മാറരുത്, സത്യം പറയണം, ധർമ്മത്തിൽ എപ്പോഴും പ്രവർത്തിക്കണം എന്നിത്യാദി കാര്യങ്ങൾ. ഈ ഒരു കാര്യം അവർ പറഞ്ഞു കൊടുത്തത് സംസ്കൃതത്തിലായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. മാത്രമല്ല ഒരു ഉപനിഷത്ത് മന്ത്രമായിട്ടാണ് അത് ചൊല്ലിയതെന്നുള്ളതാണ് ഇപ്പോൾ അവർ ഈ മുഹമ്മദ് മീൻസ് ഷമ മുഹമ്മദ് കാണുന്ന ഒരു തെറ്റ്. അവർ പറയുന്നത് ഗായത്രി മന്ത്രമായിരുന്നു എന്ന്. അവർക്ക് അതേ അറിയുള്ളൂ. ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് പറഞ്ഞാൽ സാവിത്രി മന്ത്രം, സവിതാവിനെ ഉണർത്തുന്ന. പെട്ടെന്നൊരർത്ഥം പറയുകയാണെങ്കിൽ അല്ലയോ സവിതാവേ, വെളിച്ചമേ, സൂര്യനെ നോക്കിയിട്ട് വിളിച്ചുണർത്തുന്നതാണ് ഈ സവിതാവ്. ഞങ്ങളുടെ ബുദ്ധിയെ ഉണർത്തണം, അത്രയേ ഉള്ളൂ. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അതാണത്. അപ്പം അതിൻ്റെ അർത്ഥം പറയുന്നില്ല. അതെന്തിനാ ഇവിടെ ചൊല്ലിയത്? ഇതാണ് ഈ സ്ത്രീ ചോദിച്ചത്. ഉപനിഷത്ത് മന്ത്രങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിലോ അമേരിക്കൻ രാജ്യങ്ങളിലോ ചെല്ലാൻ ഉള്ള കാര്യങ്ങളല്ലല്ലോ. അവിടെയല്ലല്ലോ ചെല്ലിയത്. അവിടെ ചെല്ലുന്നുണ്ട്. ഒബാമ അവിടുത്തെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം അസതോമ സദ്ഗമയ അത് അദ്ദേഹം ചൊല്ലി. അതിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു ദീപാവലി ദിവസം. ഇവിടെ ചൊല്ലിയത് വാസ്തവത്തിൽ തൈത്തിരീയോപനിഷത്തിലെ 3 വല്ലികളിലൊന്ന് തുടക്കത്തിലെ വല്ലി ശിക്ഷാവല്ലിയാണ്. അത് ചൊല്ലുന്ന സമയത്ത് അതിന് സ്വരങ്ങളുണ്ട്, ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളുണ്ട്. അത് വെച്ചാണ് ചെല്ലേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഒരു ആനയെ കണ്ടു, ഇത് പല രൂപത്തിൽ പറയാം. ഞാനൊരു ആനയെ കണ്ടു എന്നുവെച്ചാൽ നിങ്ങളൊന്നും കണ്ടില്ലെന്നർത്ഥം. ഞാൻ ഒരാനയെ കണ്ടു, നിങ്ങൾ കണ്ട പോലെ കുറേ ആനകളെ കണ്ടില്ല. അങ്ങനെ അർത്ഥങ്ങൾ മാറി വരും. ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്വരസഹിതം ചെല്ലുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം പുറത്തു വരിക. അത് ഇപ്രകാരമാണത്. വേദമനുച്യാചാര്യോൻ ദേവാസിനമനുശാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായ ആത്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സേ സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം
ഭൂത്യൈ ന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ. ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ചെല്ലുന്ന മന്ത്രമാണത്. തുടക്കത്തിലും പഠനം തുടങ്ങുന്നതിന് മുമ്പും അന്നത്തെ ദിവസം പഠനം കഴിയുമ്പോഴും ഒക്കെ ചെല്ലുന്ന മന്ത്രമാണത്. അതിൽ പ്രധാനമായിട്ട് അതിൽ പറയുന്നത് സ്വാധ്യായ പ്രവചനാഭ്യം ന പ്രമദിതവ്യം. സ്വാധ്യായവും പ്രവചനവും. ഇവിടെ ഗുരു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത് പോയിട്ട് മറക്കരുത്, അവിടെ പോയിട്ട് സ്വാധ്യായം ചെയ്യണം എന്നിത്യാദി കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് അവഹേളിച്ചത്. ഇത് അമ്പലമാണോ? ഇതിവിടെ ചെല്ലേണ്ട കാര്യമാണോ? ഇത് ഗായത്രി മന്ത്രമല്ലേ എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞത്. ഇതിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പാചകക്കാരൻ എല്ലാ ദിവസവും അടുക്കളയിൽ കയറുമ്പോൾ ഗായത്രി മന്ത്രം വയ്ക്കാറുണ്ട്. ഗായത്രി മന്ത്രം പെട്ടെന്ന് ചൊല്ലിത്തീർക്കാവുന്ന കാര്യമല്ല. ഒന്നാമത് ഗായത്രി മന്ത്രം എന്നൊരു മന്ത്രമില്ല, അതിന് സാവിത്രി മന്ത്രം എന്നാ ചൊല്ലുക. അതിൻ്റെ ഛന്ദസ്സാണ്, മീറ്ററാണ് വാസ്തവത്തിൽ ഗായത്രി. അതും ഗായത്രിയല്ല, അതിന് നിശ്ചിത് ഗായത്രി എന്നാണ് പറയുക. ഒരക്ഷരത്തിന് ഊനമുണ്ട്, 24 അക്ഷരമില്ല. അപ്പോൾ അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ചിലർ വരേണ്യം എന്ന് പറയും, ചിലർ ഓം അക്ഷരമായിട്ട് കൂട്ടിച്ചേർത്ത് 24 ധരിക്കും. അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ മീറ്റർ വാസ്തവത്തിൽ നിശ്ചിത് ഗായത്രിയാണ്. അപ്പോൾ ഗായത്രിയിൽ നിന്ന് തൊട്ട് താഴെ നിൽക്കുന്ന മറ്റൊന്നാണ് ഗായത്രി. മന്ത്രത്തിൻ്റെ പേര് സാവിത്രി. ഇനി ചെല്ലുന്ന സമയത്ത് തത് സവിതുർവരേണ്യം, വരേണ്യം എന്നല്ല, തത് സവിതുർവരേണ്യം ഭർഗോ, ഭർ എന്നല്ല, എർ എന്നൊരു വാക്കില്ല, എൽ എന്നൊരു വാക്കില്ല, എൽ എന്നൊരു വാക്കില്ല. എൽ എന്നതിന് പകരം ല് എന്നാണ് വാസ്തവത്തിൽ. അതുപോലെ ശക്തി എന്നല്ല പറയുക, ശക്തി എന്നാണ് പറയുക. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഓം ഭോർ ഭുവസ്സുവഃ തത് സവിതുർ എന്നല്ല, സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന. അവിടെ നാ പറയുമ്പോൾ നാ പറയാം, നാ പറയാം, രണ്ടെണ്ണം ഉണ്ടല്ലോ. നാ നഞ്ഞു, അതിൽ ആദ്യം നാ പിന്നെ നാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ ആദ്യത്തെ നകാരാണ് അവിടെ വരുന്നത്. നാ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്നർത്ഥം. അപ്പോൾ എന്താ ഈ കാര്യങ്ങൾ? ഓം ഭൂർഭുവസ്സുവഃ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അത് ഗായത്രി. ഇത് തൈത്തിരീയത്തിലെ ശിക്ഷാവല്ലി. പഠിച്ചു പോകുന്ന കുട്ടികളെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ വാലിഡേറ്ററി ഫംഗ്ഷനിൽ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇവരെന്താ പറയുന്നത്? അവഹേളിക്കാൻ വേണ്ടി പറയുന്നത് എന്താ? ഓ, എൻ്റെ പാചകക്കാരനൊക്കെ ചൊല്ലാറുണ്ട് അവിടെ ഗായത്രി എന്ന്. അത് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ പാട്ട് കേട്ടിട്ടെങ്കിലും ചെല്ലാം. ഞാനിത് എല്ലാ ദിവസവും കേൾക്കാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് ഒരു IIT കോൺവൊക്കേഷനിൽ ഗായത്രി മന്ത്രം വെച്ചത്? അത് മതപരമായിട്ടുള്ള ചടങ്ങായിരുന്നില്ലല്ലോ. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മതങ്ങളുടെയും മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം. ഇതാണ് ആ മഹദി മുഹമ്മദ് എന്ന് പറഞ്ഞ മഹദി, ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞ മുസ്ലിം മഹദി. ഈ രീതിയിലാണ് ഒന്ന് പോക്ക് ചെയ്ത്, ഒന്ന് തോണ്ടിക്കുറി വെച്ചത്. എല്ലാവരും ചെയ്യണമല്ലോ. ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുക, ഹൈന്ദവ പ്രമാണങ്ങളെ അവഹേളിക്കുക, അത് ചെയ്താലല്ലേ ശരിയായിട്ടുള്ളൊരു കോൺഗ്രസ്സുകാരിയായിട്ട് മാറുള്ളൂ. മുസ്ലിം ലീഗുകാർ പറയുന്നില്ല, പിന്നെ അവരുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. ഇവിടെ ഈ പറയുന്ന ഗായത്രി മന്ത്രം അതുപോലെ ശിക്ഷാവലിയും തമ്മിലുള്ള വ്യത്യാസം ഇവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതവരുടെ വിവരക്കേട്. കാരണം അവരൊരു മുസ്ലിം സ്ത്രീയാണ്. അവർക്ക് ഇത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടാവുന്നില്ല. ഇവർ വാസ്തവത്തിൽ ഒരു പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഒരു ഇറ്റലിക്കാരനെയാണ് ഇവർ വിവാഹം കഴിച്ചത്. ഇവിടെ വന്നിട്ട് അവർക്കിപ്പോൾ വലിയൊരു കോൺഗ്രസ്സിനകത്ത് കുറേ ചാടിത്തുള്ളിൽ നടത്തിയെങ്കിലും അവരോട് എത്തിയിട്ടില്ല. പിന്നെ ഇറ്റലിക്കാരി ആയതുകൊണ്ട് സോണിയോട് ഇറ്റലിയിൽ സംസാരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, അത് അവരുടെ സ്വന്തം കാര്യമാണ്. ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മതപരമായിട്ടുള്ള ഒരു ചടങ്ങല്ല. ഭാരതത്തിലെ ആദ്യത്തെ കോൺവൊക്കേഷൻ സ്പീച്ച് ആണ്. ആ മന്ത്രങ്ങൾ എന്താണെന്ന് അറിയാമോ? അതാണ് ഇപ്പോൾ ചൊല്ലിയത്.
ഇത് തൈത്തിരിയോപനിഷത്തിലെ ശിക്ഷാവല്ലിയിലുള്ള ഒരു അനുവാകമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികളോടുള്ള ഒരു 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 ഉപദേശമാണിതിൽ. ഇതിനകത്തൊരു മതത്തിൻ്റെ പേരില്ല, ഇതിനകത്ത് ദൈവത്തിൻ്റെ പേരില്ല. വേദമനുച്യാചാര്യോ അന്തേ, അത് ഞാൻ മുമ്പ് ചൊല്ലിയല്ലോ. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അർത്ഥം പറയുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ കാര്യങ്ങൾ പിടി കിട്ടണമെന്ന് താല്പര്യമുള്ളവർക്ക് പിടികിട്ടും. അല്ല, അതല്ല അവഹേളനം തുടരാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയാകട്ടെ. വേദമനൂച്യ ആചാര്യ അന്തേവാസിനം അനുശാസ്തി. വേദത്തെ അനൂച്യ അത് ശിഷ്യനോട് ഉപദേശിച്ചിട്ട് ആചാര്യൻ അനുശാസ്തിയ. വേദത്തെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ട് അന്തേവാസികളോട് അനുശാസ്തി പറയുകയാണ്. സത്യം വദ, അതായത് ധർമ്മം ചര, സത്യം പറയണം, ധർമ്മത്തെ അനുഷ്ഠിക്കണം. സ്വാധ്യായത്തിൽ നിന്ന് അഥവാ അധ്യയനത്തിൽ നിന്ന് എന്തൊരു കാര്യം പഠിച്ചാലും, പ്രത്യേകിച്ച് സംസ്കൃത കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ സ്ഥിതി അത് തന്നെയാണ്. നമ്മൾ ചർച്ചിലാണെങ്കിലും മോസ്കിലാണെങ്കിലും അവർ പറയും ദിവസവും ഒരു സ്വാധ്യായം വേണം. ഇവിടെ പഠിപ്പിച്ച് വിട്ട് അത് കഴിഞ്ഞാൽ മറക്കല്ല വേണ്ടത്. നമ്മളിപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് ഇത്തിരി ഓർമ്മയിൽ വെക്കും, പിന്നെ അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് മറക്കും. 1000 ദിവസം പ്രാക്ടീസ് ചെയ്ത് അവസാനം അത് കഴിഞ്ഞിട്ട് 2 ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തപ്പി തടയുമെന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് സ്വാധ്യായത്തിൽ നിന്ന്, അധ്യയനത്തിൽ നിന്ന് മാ പ്രമദഃ, തെറ്റരുത് കേട്ടോ. ആചാര്യായ പ്രിയം ധനം ആഹൃത്യ ആചാര്യായ പ്രിയം, ആചാര്യന് പ്രിയമായിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടുന്ന ധനത്തെ കൊടുത്തിട്ട്, ദക്ഷിണ കൊടുത്തിട്ട്, പ്രജാതന്തും മാ വ്യവച്ഛേത്സേഹേ, അത് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ അറിവുകളും തൻ്റെ കഴിവുകളും അത് തുറത്തിക്കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് അതിന് പറയുന്നത് സന്താന പരമ്പരയെ മുന്നോട്ട് നയിക്കണം. ഇതേപോലെ തന്നെ സന്താന പരമ്പരയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കണം. അത് മുറിച്ചു കളയരുതേ എന്നർത്ഥം, ഇല്ലാതാക്കി കളയരുതേ എന്നർത്ഥം. സത്യത്തിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന്, കുശലാന്ന് പറഞ്ഞാൽ ആത്മരക്ഷ, ജീവരക്ഷ, ജീവിതരക്ഷ എന്നൊക്കെയും പറയാം. ഭൂതേഹി, ഐശ്വര്യത്തിനായിട്ടുള്ള കർമ്മത്തിൽ നിന്ന് ന പ്രമദിതവ്യം, സത്യാന്ന പ്രമദിതവ്യം, ധർമാജ്ഞ പ്രമദിതവ്യം, കുശലാജ്ഞ പ്രമദിതവ്യം, ഭൂത്യേന പ്രമദിതവ്യം. ഇതാണ് പിന്നെ പറയുന്നത്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, മാതൃദേവഃ ഭവ. സ്വാധ്യായം അതായത് നമ്മൾ വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. പഠന പാഠങ്ങളിൽ നമ്മൾ തെറ്റി നടക്കരുത്. ദേവപിതൃകാര്യാഭ്യാം, ദേവന്മാരുടെ അഥവാ സമൂഹത്തിൻ്റെ എന്ന് അതിന് അകന്നൊരർത്ഥം കൂടിയുണ്ട്. സമൂഹത്തിൻ്റെ കാര്യത്തിലും ദേവന്മാരുടെ കാര്യത്തിലും പിതൃകാര്യങ്ങളിൽ നിന്നും നമ്മൾ തെറ്റി നടക്കരുത്. പിന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ചില വാക്കുകളാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ. അത് നമ്മൾ മുറിച്ച് ചൊല്ലുമ്പോൾ മാതൃദേവഃ ഭവ, പിതൃദേവഃ ഭവ, ആചാര്യദേവഃ ഭവ, അതിഥിദേവഃ ഭവ എന്ന് പറയും. അതായത് ഇവരെയൊക്കെ ഈ പറഞ്ഞ മാതാവ്, പിതാവ്, ആചാര്യൻ, അതിഥി, ഇവരെ ദേവതയെ പോലെ ഉപാസിക്കുക. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ സംസ്കൃതത്തിൽ പറഞ്ഞപ്പോൾ എന്ത് സംസ്കൃതത്തിൽ പറഞ്ഞാലും ഉടനെ തന്നെ പറയും, അതെ ഹിന്ദുവിനെ വലിച്ചു കയറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്, ഹിന്ദുത്വം വലിച്ചു കയറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇവരെന്തിനെയാണ് പേടിക്കുന്നത്? വാസ്തവത്തിൽ ഈ വർഗം വസ്തുതയിൽ പേടിച്ച് ജീവിക്കുന്നവരായിട്ട് മാറുകയാണ്. ആരും അവിടെ എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈശ്വര എന്നുള്ള പേടിയാണ് അവർക്ക്. ഹിന്ദുക്കൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ബൈബിളിലെ 2 വചനങ്ങൾ ഒരു അച്ഛൻ വന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ തലതാത്തി അതിനെ വണങ്ങി നിൽക്കും. ഏതൊരു ഉസ്താദ് വന്ന് അദ്ദേഹത്തിൻ്റെ അറബിക്
ഈ ഇന്ത്യയിൽ അറബി ചൊല്ലുന്നൊന്നും കറക്റ്റല്ല വാസ്തവത്തിൽ. ഓട്ടെ, അവർ വന്ന് ഈ ഹദീസിലോ എന്തായാലും ഖുറാനിലോ ആയത്തിലോ ഉള്ള കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലുക ഐശ്വര്യമല്ലേ ഇത് വാസ്തവത്തിൽ? ഐശ്വര്യമല്ലേ വാസ്തവത്തിൽ? പക്ഷേ ഞങ്ങൾ ചൊല്ലിയിരിക്കുന്നു പറയുമ്പോൾ പോടാ പുല്ലേ എന്ന് പറയുന്നൊരു ഗവൺമെൻറ് അവിടെയുള്ളത്. അതൊക്കെയാണ് വാസ്തവത്തിലുള്ള ഇവിടെ പ്രശ്നങ്ങൾ. ഇതിപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഇത്രയും ചെല്ലിയ കാര്യങ്ങൾ ഇതാണ് അവിടെ ചെല്ലിയത്. ഇതിലെന്താ മതപരമായിട്ടുള്ള കാര്യങ്ങളുള്ളത്? ഇത് ഇംഗ്ലീഷിൽ പറയാം, സംസ്കൃതത്തിൽ പറയാം, മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷിലല്ലല്ലോ ഇവിടെ പറയേണ്ടത്. മലയാളത്തിൽ പറഞ്ഞാൽ ആർക്കറിയാം, ഹിന്ദിയിൽ പറഞ്ഞാൽ തമിഴന്മാർക്ക് അറിയണമെന്നില്ലല്ലോ. അപ്പം മൊത്തത്തിൽ അതുണ്ടായ കാലഘട്ടത്തിൽ ലാംഗ്വേജ് സംസ്കൃതം അതിൽ പറഞ്ഞു അത്രമാത്രം. സെക്യുലറിസം ഇപ്പോൾ ഇവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഈ മുഹമ്മദ് ഷമ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഈ ഭാരത സംസ്കാരത്തെ സനാതന ധർമ്മ പദ്ധതിയെ അവഹേളിക്കുക, അതിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ വലിയ എന്തായാലും പറയും പുരോഗമനവാദിയായി എന്നാ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? ഇവർ ഈ ലോകത്തെ അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും പോകുന്നൊരു പുസ്തകം വായിച്ചാൽ പോരാ, എല്ലാ പുസ്തകവും വായിക്കണം, നോവലുകൾ വായിക്കണം, ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കണം. അല്ലാതെ ഈ ഒരു കുഴലിൻ്റെ ഉള്ളിൽ കൂടെ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും ലോകം മാത്രമേ കാണുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അധ്യാത്മ രംഗത്ത് വരുന്ന സമയത്ത് എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ അറിയാവുന്നിടത്തോളം ഒരുപാട് മതങ്ങളുണ്ട്, അതിൽ അവാന്തര വിഭാഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു, മുസ്ലിം, ഇസ്ലാം ആൻഡ് ക്രൈസ്തവ, അതിലെ ഗ്രന്ഥങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഹിന്ദുക്കൾ ഹിന്ദുവിൻ്റെ ഗ്രന്ഥം അറിയാൻ ശ്രമിക്കുക, അവരത് ശ്രമിക്കാറില്ല. മറ്റുള്ളവരുടെ ഗ്രന്ഥത്തിൽ എന്താ പറഞ്ഞതെന്നൊരു അവയർനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അല്പത്തരങ്ങൾ, മ്ലേച്ഛത്തരങ്ങൾ ഈ മുഹമ്മദിനെ പോലുള്ള ഷമ മുഹമ്മദിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതെന്നർത്ഥം. ഏതായാലും ഇവരുടെ അടുക്കളയിൽ കുശിനിക്കാരൻ ഗായത്രി മന്ത്രം പറയുന്നു പറഞ്ഞില്ലേ, ആ പാചകക്കാരന് ഇപ്പോൾ ഈ മുഹമ്മദ് ഷമിയേക്കാൾ കൂടുതൽ സഹിഷ്ണുതയുണ്ട്, തിരിച്ചറിവുണ്ട് എന്നാണ് തോന്നുന്നത്. അതേസമയം ഇവർ പറഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് പറഞ്ഞിരിക്കുക, എനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ലെങ്കിലും പറയുകയാണ്, അവരുടെ അടുക്കളയിൽ നോൺ വെജിറ്റേറിയൻ ആവാനുള്ള സാധ്യത. ഇറ്റലിയിലായിരുന്നല്ലോ, ഒരു മുസ്ലിം സ്ത്രീയാണല്ലോ. അപ്പോൾ അതൊക്കെയും പാചകം ചെയ്യുമ്പോൾ മീറ്റ് ഇറച്ചി പാചകം ചെയ്യുമ്പോഴും ഗായത്രി മന്ത്രം ചെല്ലാറുണ്ടെന്നൊരു ചോദ്യമുണ്ട്. എനിവേ, ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറ്റിയിരിക്കുകയാണ്, സ്ഥിരം ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുക, സനാതന ധർമ്മ പദ്ധതികളെ അവഹേളിക്കുക, അത് സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും ഇവിടെ ഇന്ന് കണ്ട ഒരു കാഴ്ച, വന്ദേ മാതരം പരിപൂർണമായിട്ട് പാർലമെൻറ്റിൽ ചൊല്ലി. അവിടെ രാജ്യസഭയിലാണോ ലോകസഭയിലാണോ ചൊല്ലി. എല്ലാവരും സ്റ്റഡി വെടിയായിട്ട് നിന്ന് ചുണ്ടനക്കുണ്ടായിരുന്നു, അനക്കുകയും ചെയ്തു. ഇവിടുന്ന് പോയ സകല ആൾക്കാരും. ഇവിടെ വരുമ്പോൾ അവരെന്താ പറയുക, ഞങ്ങൾ ചെല്ലൂല്ല. ഡൽഹിയിൽ പോയി കഴിഞ്ഞാലോ ഞങ്ങൾ ചെല്ലും. ഈ രീതിയിലുള്ളൊരു മർക്കട സ്വഭാവം, കുരങ്ങൻ്റെ സ്വഭാവം കാണിക്കുകയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. എല്ലാം മാറി വരും, മാറി വന്നേ മതിയാവൂ, അല്ലെങ്കിൽ മാറ്റും. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമസ്കാരം.